മലയാളികളെല്ലാവരും ആശ്വാസകരമായ ഒരു വാർത്ത കേട്ടിട്ടാണല്ലേ ഇന്ന് ഉണർന്നെണീറ്റിട്ടുണ്ടാവുക. കഴിഞ്ഞ 72 ദിവസങ്ങളായി നാം ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ പ്രിയ സഹോദരനായ അർജുൻ എന്ത് പറ്റി എന്നുള്ളത്. അർജുൻ്റെ കുടുംബത്തോടൊപ്പം കേരളത്തിലെ ഓരോ കുടുംബവും ഓരോ കുടുംബത്തിലെ അമ്മമാരും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെയായിരുന്നു ഓരോ ദിവസവും തള്ളി നീക്കിയിട്ടുണ്ടാവുക. ഞാനും എൻ്റെ ഒരു അനുഭവം കൂടിയാണ് കേട്ടോ പറയുന്നത്. ഈ വാർത്ത കേട്ടപ്പോൾ തൊട്ട് ഓരോ ദിവസവും കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് തിരിച്ചു വരും, ഇന്ന് എന്തെങ്കിലും ന്യൂസ് കിട്ടും. ഞാനും എൻ്റെ മോനും അടക്കം മോനും ചോദിക്കാറുണ്ട്, അർജുനെ കിട്ടിയോ അമ്മ, അർജുനെ കാണാതായിട്ട് ഇന്ന് എത്ര ദിവസമായി എന്നുള്ളത് ഓരോ ദിവസവും അവൻ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം എത്രയേറെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് അർജുൻ എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിനുണ്ടായ ഈ ദുരന്ത വാർത്തയും എത്രത്തോളം നമ്മൾ മലയാളി മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനൊരു ഉത്തരം കിട്ടി. ഉത്തരം സങ്കടകരമായ ഒരു ഉത്തരമായിരുന്നെങ്കിലും ഉത്തരം കിട്ടി എന്നുള്ളൊരു ആശ്വാസമുണ്ട്. ഇതൊരു ചരിത്ര ദൗത്യമായിരുന്നു കേട്ടോ. അർജുനെ കണ്ടെത്തിയത് ഒരു ചരിത്ര ദൗത്യമായിരുന്നു. ഈ ദൗത്യത്തിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും പ്രവർത്തനം പ്രശംസനീയമാണ്. അതിൽ പ്രത്യേകിച്ചും ലോറി ഉടമയായ മനാഫിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാനിപ്പോൾ കണ്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അദ്ദേഹം ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഷീരൂരിൽ വീട് റെൻറ്റിനെടുത്ത് താമസിച്ചു, സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അതുപോലെ തന്നെ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ അദ്ദേഹം പറയുന്നുണ്ട് മഴയാണെന്ന് അറിയില്ലായിരുന്നു അത്രേ. എന്നിട്ട് പോലും അദ്ദേഹം കുട പിടിക്കാതെ തന്നെ നടക്കുകയായിരുന്നു. ഇത് അത്ര വലിയ ത്യാഗമായിട്ട് പറയല്ല കേട്ടോ. കാരണം അദ്ദേഹം അറിയുന്നില്ല മഴയാണോ വെയിലാണോ വിശപ്പുണ്ടോ ദാഹമുണ്ടോ ഇതൊന്നും അറിയാതെയാണ് അദ്ദേഹം ഇത്രയും നാളെ അവിടെ നിന്ന്. നമ്മൾ വാർത്താ ചാനലിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അദ്ദേഹത്തിനൊക്കെ പല കുറ്റപ്പെടുത്തലുകളും അപവാദങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് സ്വന്തം കുടുംബത്തെ മറന്നു, കുട്ടിയെ മറന്നു, കച്ചവടം മറന്നു, ഇതെല്ലാം മറന്നു. അർജുൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തൊരു വാക്കുണ്ട്. ആ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തൊരു പ്രവൃത്തി എന്ന് പറയുന്നത് അതൊരു ദൈവികമായൊരു പ്രവൃത്തിയായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭൗതികാവശിഷ്ടം അല്ലെങ്കിൽ അർജുൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടപ്പോൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ അദ്ദേഹം വാർത്താമാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അർജുൻ്റെ അച്ഛൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഇങ്ങനെയെങ്കിലും എനിക്ക് അർജുനെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് ചങ്ക് പൊട്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞതും. കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആയാലും ചങ്ക് പൊട്ടിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടത്. പിന്നെ അദ്ദേഹം പറയുണ്ടായി, ഈ ഒരു ദൗത്യം എല്ലാവരും അവസാനിപ്പിച്ചപ്പോഴും അദ്ദേഹം അവിടെ തന്നെ തുടർന്നു. 72 ദിവസമൊക്കെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആരും ചെയ്യാത്തൊരു കാര്യം തന്നെയാണ്. അതും ഈ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായത് പ്രകൃതി ദുരന്തമാണ്. അതിൽ ആരുടെയും ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ആരുമായിട്ട് വരുത്തി വെച്ച ഒരു കാര്യമല്ല. എങ്കിൽ പോലും അദ്ദേഹം തൻ്റെ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ ത്യാഗം സഹിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റത്തേക്കാണെന്നാണ് കേട്ടോ എനിക്ക് പേഴ്സണലി തോന്നുന്നതാണ്. എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അർജുൻ്റെ മകൻ വളർന്നു വരുമ്പോൾ ഒരു പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചേക്കാം, മനാഫുക്ക എന്തുകൊണ്ട് മനാഫുക്കയ്ക്ക് കുറച്ചും കൂടി തിരയായിരുന്നില്ലേന്ന്. ഈ ഒരു ദൗത്യം മുന്നേ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് മറുപടി പറയണ്ടേ എന്നുള്ള അത്രയേറെ കടന്ന് ചിന്തിച്ചിരിക്കുന്നു അദ്ദേഹം. അപ്പം അതൊക്കെ ഒരു ഹേർട്ട് ടച്ചിങ് ആണ്. കേൾക്കുന്നവർക്ക് വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു സംസാരമാണ്. വളരെ ഒരു ദൈവഭക്തിയുള്ള ആളൊക്കെ ആയിട്ടാണ് കേട്ടോ എനിക്ക് അദ്ദേഹത്തെ തോന്നിയിട്ടുള്ള. പലരും അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ പല യൂട്യൂബേഴ്സും വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഓരോരുത്തരും കാണുന്ന രീതിയിലല്ല. അപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകളായാലും കേട്ടപ്പോൾ ഒരുവിധ കള്ളത്തരവും തോന്നിയില്ല. നല്ലൊരു മനുഷ്യനും നല്ലൊരു വ്യക്തിയുമൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. എന്തായാലും മനാഫുക്കയുടെ ഈ ഒരു ത്യാഗം എന്താ പറയുക, കേരളം എന്നും ഓർക്കും. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.